എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനോഹരങ്ങളായ പൂക്കളെല്ലാം കണ്ടതിന് ശേഷം ഒരു വൈകുന്നേരം നടക്കാനിറങ്ങി. ഗോറണ്ട്ല എന്ന സ്ഥലത്തിലൂടെ ഒഴുകുന്ന ചിത്രാവതി നദിയാണ് ഇത്. അതിനു മുകളിലൂടെ പണിതിരിക്കുന്ന പാലത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത്. കാർമേഘങ്ങൾക്കിടയിലൂടെ അങ്ങ് ദൂരെ അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ നമുക്ക് കാണാം. നടത്തമെല്ലാം കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തി ജനലിലൂടെ ആകാശത്ത് നോക്കിയപ്പോൾ കാർമേഘങ്ങൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ കാണാം. തൊട്ട് അടുത്ത് തന്നെയുള്ള ടൗണിൻ്റെ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി ഇപ്പോൾ ടെറസിലാണ് നിൽക്കുന്നത്. മഴ വരാൻ പോകുന്ന രാത്രി ആയതുകൊണ്ടാണോ എന്നറിയില്ല, മിക്ക റെസിഡൻഷ്യൽ ഏരിയയിലെയും ലൈറ്റെല്ലാം ഓഫാണ്. ടെറസിൽ അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുഹൃത്ത് വരുന്നത്. ടൗണിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും ടൗണിൽ നിന്ന് തന്നെ ആഹാരം കഴിക്കാമെന്നും തീരുമാനിച്ച് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു. റൂമിൽ നിന്നും ഞങ്ങൾ താഴേക്ക് വരുമ്പോൾ കാണുന്നത് തൊട്ട് അടുത്ത് തന്നെയുള്ളൊരു അമ്പലം മനോഹരങ്ങളായ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് കാണുന്നത്. എങ്ങും വെളിച്ചം വീണ് കിടക്കുന്ന ഈ റോഡിലൂടെ ആദ്യമായി ഞങ്ങൾ പോകാൻ തീരുമാനിക്കുന്നത് തൊട്ട് അടുത്ത് തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വന്നു. സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കയറിയപ്പോൾ ഏത് കമ്പനിയുടെ ഏത് പ്രോഡക്റ്റ് എടുക്കും എന്ന കൺഫ്യൂഷനിലായി. എന്തായാലും അത്യാവശ്യ സാധനം സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ടൗണിലൂടെ പ്രധാന റോഡിൻ്റെ സൈഡിലൂടെ നടക്കുകയാണ്. രാത്രി ഏറെ വൈകിയെങ്കിലും ചില കടകൾ ഇപ്പോഴും സജീവമാണ്. ഇപ്പോൾ ഈ കാണുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടങ്ങളിൽ 13-ാം നൂറ്റാണ്ടിൽ പണിതിട്ടുള്ള വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള മാധവരായ ടെമ്പിൾ ആണ്. വളരെ മനോഹരമായി ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള ഈ ടെമ്പിൾ ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണത്തിലാണ് ഉള്ളത്. രണ്ടാമത് ഞങ്ങൾ പോകുന്നത് പാനിപൂരിയും ഗോബി മഞ്ചൂരിയും കഴിക്കുന്ന കടയിലേക്കാണ്. ഇവിടെ നിന്നിറങ്ങി ഞങ്ങൾ പിന്നീട് പോകുന്നത് മുല്ലാക്കയുടെ പഴക്കടയിലേക്കാണ്. രാത്രി ആയതുകൊണ്ടാണോ എന്നറിയില്ല, മിക്ക പഴങ്ങൾക്കും ഇപ്പോൾ കുറച്ച് വിലക്കുറവുണ്ട്. രാത്രിയാണെങ്കിലും മുല്ലാക്കയുടെ പഴക്കട വളരെ സജീവമാണ്. ഞങ്ങൾ അത്യാവശ്യം ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി പേ ചെയ്ത് പോരാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് മുല്ലാക്കയുടെ പഴക്കടയിലുള്ള പഴങ്ങളുടെ വൈവിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അവയിൽ കിവി ഫ്രൂട്ട്സും മാതള നാരങ്ങയും പലതരത്തിലുള്ള ആപ്പിളും ഓറഞ്ചും പേരയ്ക്കയും പലതരത്തിലുള്ള വാഴപ്പഴവും എന്നുവേണ്ട ഒട്ടുമിക്ക ഫ്രൂട്ട്സ് ഐറ്റങ്ങളെല്ലാം ഈ കടയിലുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ പോകുന്നത് ടൗണിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ്. ഇവിടെ എത്തിയപ്പോൾ വലിയ ട്രക്കുകളും മറ്റും ലോഡുമായി ബാംഗ്ലൂർക്ക് പോകുന്നതും അതുപോലെ മറ്റ് വാഹനങ്ങളും ഒക്കെ പോകുന്നത് കാണാം. അങ്ങനെ കുറച്ചു നേരം ടൗണിൽ ഇരുന്ന് കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ടൗണിൽ വന്ന സ്ഥിതിക്ക് മേടിക്കാൻ യാതൊരു ഉദ്ദേശമില്ല എങ്കിൽ പോലും കണ്ണിൽ കണ്ട പച്ചക്കറിയുടെ വിലകളെല്ലാം ഞങ്ങൾ ചുമ്മാ വെറുതെ ചോദിച്ചു. പച്ചമുളകിൻ്റെയും തക്കാളിയുടെയും സബോളയുടെയും മത്തങ്ങയുടെയും വില പോലും ഞങ്ങൾ ചോദിച്ചു. അടുത്തതായി ഞങ്ങൾ പോകുന്നത് നല്ലൊരു ഹോട്ടൽ ലക്ഷ്യമാക്കിയാണ്. എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ നല്ലൊരു ഹോട്ടൽ കണ്ടെത്തി ഭക്ഷണത്തിന് ഓർഡർ കൊടുത്ത് വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ചിത്രം ശ്രദ്ധയിൽപ്പെട്ടത്. ബുദ്ധൻ്റെ മനോഹരമായൊരു ഛായാചിത്രമാണ് ഹോട്ടലിൻ്റെ ഭിത്തിയിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഭക്ഷണം വന്നു. ചപ്പാത്തിയും കറിയും. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കട ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തുറന്നു വെച്ചതാണോ എന്ന്. കാരണം മറ്റാരെയും കാണാനില്ല ഇവിടെ. എന്നിരുന്നാലും വളരെ രുചിയുള്ള കറിയും ചപ്പാത്തിയും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അങ്ങനെ വെളിച്ചം വീണ് കിടക്കുന്ന വന്ന വഴിയിലൂടെ റൂമിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ നടക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.